കോഴിത്തോട് പഞ്ചായത്തിലെ നിരവധി യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും പൊതുജനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ആശ്വാസമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ 12 കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തി കോഴിത്തോട് പഞ്ചായത്ത് ശുചിത്വ മിഷന്റെയും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെയും സഹായത്തോടെ 30 ലക്ഷം രൂപ ചെലവിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു. കേരളത്തിന്റെ സമഗ്ര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത്. കോഴിത്തോടിൽ മുണ്ടക്കയം കോഴിത്തോട് റോഡിന് സമീപം ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മാണം പൂർത്തീകരിച്ച ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട MP ആന്റോ ആന്റണി നിർവഹിച്ചു. നാടിന് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല പദ്ധതി ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ കണ്ണൂരിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് തീർത്ഥാടന കാലത്ത് 10,000 ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ ഒരു റോഡാണ്. ഇനിയിപ്പോൾ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ശുചിത്വപൂർണമായ ഒരിടമില്ല എന്നുള്ളതാണ്. അതാണ് ഈ തീർത്ഥാടന കാലത്തും പ്രധാനപ്പെട്ട പാതയിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധി. ആ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് കോഴിത്തോട് ഗ്രാമപഞ്ചായത്ത് 30 ലക്ഷം രൂപ മുടക്കിയാണ് ഈ മനോഹരമായ ചടങ്ങിൽ പൂഞ്ഞാറമ്മിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.